എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് വന്നൊരു ചായ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ തോന്നി ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയണം. ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ കയറി നമ്മുടെ എയർ ഇന്ത്യയിൽ നമുക്ക് നഷ്ടപ്പെട്ട കുറേ ജീവിതങ്ങളുണ്ടല്ലോ. അതിനകത്ത് കുറേ ജീവിതങ്ങളുടെയൊക്കെ സ്റ്റോറി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഉറക്കമൊന്നും കാര്യമായിട്ട് നടന്നില്ല. കാര്യം നമ്മുടെ ആരും അല്ലായിരുന്നു മരിച്ചു നിന്നു. പക്ഷെ എന്നാലും എവിടേക്കോ ഒത്തിരി സങ്കടങ്ങൾ, എവിടേക്കോ അതൊന്ന് കൊളുത്തി വലിക്കുന്ന പോലെ നമ്മളിങ്ങനെ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ജീവിതം എന്ത് ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തിന് ക്രൂരമായൊരു മുഖം കൂടി ഉണ്ടെന്ന് ഇങ്ങനത്തെ ഉള്ളൊരു കുറേ കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിൽ നിന്ന് അകന്നു പോയ ഈ ജീവിതങ്ങളിൽ കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റിയെങ്കിൽ അവരെന്തായിരിക്കും നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ നേടിയ സമ്പത്തിന്റെ കണക്കായിരിക്കുമോ? അവർ നേടിയ നേട്ടങ്ങളുടെ കണക്കായിരിക്കുമോ? അവർ നേടിയ വെട്ടിപ്പിടിച്ച കാര്യങ്ങളുടെ കണക്കായിരിക്കുമോ? ഒന്നുമല്ല. ഇതിനെല്ലാം ഇടയ്ക്ക് അവർ നഷ്ടപ്പെടുത്തിയ കുറേ നല്ല സമയങ്ങളുണ്ടാവും. ഇതിനിടയ്ക്ക് അവർ നഷ്ടപ്പെടുത്തിയ നല്ല അവരുടെ ജീവിതം ഉണ്ടാവും. അതിനെപ്പറ്റിയായിരിക്കും അവർ പറയുന്നത്. വെട്ടിപ്പിടിക്കലല്ല, വിട്ടുകൊടുക്കലാണ് വേണ്ടതെന്നായിരിക്കും അവർ പറയുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ശ്വാസം അടുത്ത മിനിറ്റ് ഉണ്ടാവോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു വിചാരമുണ്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിച്ചും സ്നേഹം പ്രകടിപ്പിച്ചും മറ്റുള്ളവരെ ചതിക്കാതെയും ജീവിതത്തിലെ നല്ല നല്ല മുഹൂർത്തങ്ങൾ എൻജോയ് ചെയ്തും നമ്മുടെ ഒരു നല്ല ഒരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ബിക്കോസ് ഇന്ന് ഇവിടെ രണ്ട് കാലിൽ നിന്ന് ഈ മൂക്കിക്കൂടെ ശ്വാസം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നേട്ടം ഈ നിമിഷം ഇതാണ്. സോ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ.